ഫ്രാൻസ്, അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജർമ്മനി, ഇംഗ്ലണ്ട് അതുപോലെയുള്ള രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യാവുന്ന ഒരു ദേശീയ ബോധമോ ദേശീയ നാഷണൽ ഐഡന്റിറ്റിയോ ഇല്ലാത്ത രാജ്യമാണ്. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന പേര് പോലും വൈദേശികമാണ്. ഇൻഡസ് സിന്ധു നദിയുടെ കിഴക്ക് വശത്ത് താമസിക്കുന്ന ജനവിഭാഗത്തെ പരാമർശിക്കാനാണ് വിദേശികൾ, പേർഷ്യക്കാരുടെ കാലം തൊട്ട് അറബികളുടെ കാലം വരെയും ഈ വാക്ക് പിന്നെ അൽ ഹിന്ദ് എന്ന് വന്നു, ഹിന്ദു എന്ന് വന്നു. ഇതിനൊന്നും തന്നെ മതപരമായ അർത്ഥവിവക്ഷകൾ ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. ഇപ്പം എൻ്റെ ഈ അനഹൈലേഷൻ ഓഫ് കാസ്റ്റ് ഗാന്ധിയും നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഒക്കെ തന്നെ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ സാങ്കല്പിക രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലക്ഷ്യമാക്കിയപ്പോൾ അംബേദ്കർ, പെരിയാർ, അയ്യങ്കാളി, സഹോദരയ്യപ്പൻ ഇവരൊക്കെ ലക്ഷ്യമാക്കിയത് ബ്രിട്ടീഷ് ഭരണം നമ്മുടെ അലയാണ്. ബ്രിട്ടീഷുകാർ നേരത്തെ ഇവിടെ ഈ രാമായണത്തെ പറ്റി പറഞ്ഞപ്പോൾ ചില വെള്ളനാട് രാമായണത്തിനൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു. 1918 റൗലറ്റ് സത്യാഗ്രഹം, ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നതിന് ശേഷം നടത്തിയ ആദ്യത്തെ സമരമാണ് റൗലറ്റ് സത്യാഗ്രഹം. ഈ റൗലറ്റ് സത്യാഗ്രഹത്തിൻ്റെ സമരപ്പന്തലുകളിൽ എല്ലാ ജാതി മതസ്ഥരും പങ്കെടുക്കും. സിഖുകാരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ദളിതരുണ്ട്, ചമറുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അപ്പം ഈ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ ഈ റൗലറ്റ് സത്യാഗ്രഹ പന്ത് എല്ലാവരും ഭഗവത്ഗീത വായിക്കണം. നെഹ്റു ഉൾപ്പെടെയുള്ള ആളുകൾ, നെഹ്റു, മൗലാന അബ്ദുൽ കലാം ആസാദ് ഇവരെ പോലുള്ള ആളുകളൊക്കെ എതിർത്തു. കാരണം ഇത് പിന്നെ മതപരമായ ആളുകളുടെ ദേശീയ ഐക്യത്തിന് ഘടകവിരുദ്ധമായ ഒരു പ്രവണത ഉണ്ടാക്കും. ജാതീയമായും മതപരമായും ആളുകൾ ഭിന്നിക്കും എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധി പറഞ്ഞത് ഭഗവത്ഗീത ഒരു മത ടെക്സ്റ്റ് അല്ല, ഇറ്റ് ഈസ് നോട്ട് എ റിലീജിയസ് ടെക്സ്റ്റ്. ഇപ്പോൾ ഖുറാനും ബൈബിളും ഒക്കെ തന്നെ ഏതെങ്കിലും പ്രത്യേക മതവിശ്വാസത്തിൽ അധിഷ്ഠിതമായ റിലീജിയസ് ടെക്സ്റ്റാണ്. ഗാന്ധി പറഞ്ഞു ഇതൊരു നാഷണൽ ടെക്സ്റ്റാണ്. കാരണം രാമായണത്തിനും മഹാഭാരതത്തിനും കൊടുക്കാത്ത പദവിയാണ് ഗാന്ധി റിലീജിയസ് നാഷണൽ ടെക്സ്റ്റ് എന്ന പുതിയ കോയിനേജിലൂടെ, നിയോളജിസത്തിലൂടെ ഈ ഭഗവത്ഗീത കൊടുത്തത്. കാരണം അങ്ങനെ കൊടുക്കാനുള്ള ഒരു കാരണം, മിഷണറിമാർ വന്ന ഇവിടുത്തെ ആധുനിക വിദ്യാഭ്യാസം കിട്ടിയ ബ്രാഹ്മണരുമായും പരമ്പരാഗത ബ്രാഹ്മണരുമായുള്ള സംവാദങ്ങളിലൊക്കെ ഇവരെ പരിഹസിച്ചിരുന്നു. നിങ്ങൾക്കൊരു മതമുണ്ടോ? കാരണം ഒരു മതം എന്ന് പറയുന്നത് ആധുനികമായ അർത്ഥത്തിൽ ഒരു ഹോളി ടെക്സ്റ്റ്, സ്ക്രിപ്ചർ എന്നാണ് ഇംഗ്ലീഷ് അതിന് പറയുന്നത്. എല്ലാവർക്കും സ്വീകാര്യമായ ചില ആചാരാനുഷ്ഠാനങ്ങൾ, എല്ലാവർക്കും സ്വീകാര്യമായ ചില പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങൾ, ഇങ്ങനെ പൊതുവായ ചില സിമ്പിൾസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആധുനിക മതങ്ങൾ, ക്രിസ്തു മതവും ഇസ്ലാം മതവും ബുദ്ധിസവും ജുഡായിസവും ഒക്കെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ യാതൊരു സിംബോളിക്കലായ എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമായ ഒരു ടെക്സ്റ്റ് ഇല്ല ഹിന്ദുയിസത്തിന്. എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പുണ്യ മക്ക പോലെ, എല്ലാ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും മക്ക അല്ലെങ്കിൽ ജെറുസലേം, ഇതൊക്കെ എല്ലാവർക്കും ഒരുപോലെ സെൻസ് ഓഫ് ബിലോങ്ങിങ് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഒരു ടെക്സ്റ്റ് ഇല്ല, അങ്ങനെ ഒരു സ്പേസ് ഇല്ല, അങ്ങനെ കുരിശ് അല്ലെങ്കിൽ ഇതെന്താ പറയുന്ന മുസ്ലിങ്ങളുടെ സിക്കൽ, ഇത്തരത്തിലുള്ള ചിഹ്നങ്ങളൊന്നും ഹിന്ദുയിസത്തിലില്ല. അപ്പം ഹിന്ദുയിസം എന്ന് പറയുന്നത് മതപരം എന്നതിനേക്കാൾ പ്രധാനം ജോഗ്രഫിക്കലാണ്, ടെറിട്ടോറിയലാണ്. ഈ ടെറിട്ടറിയിൽ താമസിക്കുന്ന ആളുകൾ ബ്രിട്ടീഷുകാരുടെ വരവോടെയാണ് തങ്ങൾ പലതരം മനുഷ്യരാണ്, ആർക്കാരെ വിവാഹം കഴിക്കാം, ആർക്ക് എവിടെ നടക്കാം, ആർക്ക് അമ്പലത്തിൽ പോകാം, ആർക്ക് ആരെ തൊടാം, ആർക്ക് ആരെ തൊടാൻ പാടില്ല, ആരാണ് ആരെ തൊട്ടാൽ അശുദ്ധമാകുന്നത്, സെൻസ് ഓഫ് പ്യൂരിറ്റി ആൻഡ് ഇംപ്യൂരിറ്റി, പൊല്യൂഷൻ. ഇപ്പം എല്ലാ മനുഷ്യബന്ധങ്ങളെയും ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരുന്നത് വരെ നിർണയിച്ചു കൊണ്ടിരുന്നത് ശുദ്ധി അശുദ്ധിയെ സംബന്ധിച്ച തർക്കങ്ങളായിരുന്നു. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ 1776 അമേരിക്കൻ വിപ്ലവം, ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, അതിനുശേഷം എബ്രഹാം ലിങ്കന്റെ നേതൃത്വത്തിലുള്ള സിവിൽ വാർ ഉണ്ടായി,
ഈ ഏറ്റവും അതിക്രൂരമായ അടിമ അടിമ വ്യവസ്ഥ ആഫ്രിക്കൻ കറുത്ത വംശജരെയും ലാറ്റിനോസിനെയും എതിരായ എൻഫോഴ്സ്ഡ് കോയേഴ്സീവായ അടിമ വ്യവസ്ഥ നിലനിന്നിരുന്ന രാജ്യമാണ് അമേരിക്ക. പക്ഷേ ഈ വെള്ള അടിമ ഉടമകളുടെ വീട്ടിൽ പാചകം ചെയ്യുന്നത് കറുത്തവരാണ്. വെള്ളക്കാരുടെ മക്കൾക്ക് മുലയൂട്ടിയിരുന്നത് കറുത്ത സ്ത്രീകളാണ്. നിങ്ങൾ ആരെങ്കിലും കഴിഞ്ഞ 3000 കൊല്ലത്തിനും ഇടയിൽ ഏതെങ്കിലും ഒരു ബ്രാഹ്മണന്റെ മകനെ, ബ്രാഹ്മണന്റെ കുട്ടിക്ക് മുലയൂട്ടുന്ന ഒരു പുലയ സ്ത്രീ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഒരുപാട് പുസ്തകങ്ങൾ ഈ അടിമകളുടെ ജീവിതത്തെക്കുറിച്ച് വന്നിട്ടുണ്ട്. കാരണം ഈ അടിമ സ്ത്രീകൾ വീടിൻ്റെ മുൻവശത്തോടെ പ്രവേശിക്കാൻ പാടില്ല എന്ന നിയമമുണ്ട്. വീടിൻ്റെ പുറകിലൂടെ അവർ വരുമ്പോൾ അവരുടെ സ്കൂളിൽ അയക്കാത്ത കുഞ്ഞുങ്ങളെയും കൂട്ടിയാണ് വരുന്നത്. വെള്ളക്കാരുടെ മക്കളും ഈ കറുത്ത അടിമകളുടെ മക്കളും കളിച്ചു വളരുകയാണ് ചെയ്യുന്നത്. യാദൃച്ഛികമായി ഭയങ്കര ഗാഠബന്ധങ്ങളുണ്ടാകാം. അവർ വളരുമ്പോൾ ഞങ്ങൾ സഹോദരങ്ങളാണ്, സുഹൃത്തുക്കളാണെന്ന് ബോധമുണ്ടാകാം. 1948 സൗത്ത് ആഫ്രിക്കയിൽ 40 വർഷം 45-50 വർഷം നീണ്ടുനിന്ന ലോകത്തിലെ ഏറ്റവും കിരാതമായ ഒരു ഒപ്രസീവ് സിസ്റ്റമാണ് അപ്പാർത്തൈഡ് എന്ന് പറയുന്നത്. ഒരു ചെറിയ ന്യൂനപക്ഷം ആഫ്രിക്കയിലെ മഹാഭൂരിപക്ഷത്തെ അടിച്ചമർത്തിയിരുന്നത്. 48 വലിയ സായുധ കലാപം സൗത്ത് ആഫ്രിക്കയിലെ തദ്ദേശവാസികൾ പുറപ്പെട്ടു. അപ്പം അങ്ങനെ ഒരു കറുത്ത വെള്ളക്കാരിയുടെ വീട്ടിൽ നിന്ന് അവർ ഈ സായുധ കലാപം ഭയന്ന് പലായനം ചെയ്യാൻ പോവുകയാണ്. അവരുടെ വീട്ടിൽ അവർക്കൊരു ജോലിക്കാരനുണ്ട്, ഒരു കറുത്തവൻ. പക്ഷെ അവർക്ക് ഈ കറുത്ത മനുഷ്യനെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതൽ അവരെടുത്ത് വളർത്തിയതാണ്. ഈ കുട്ടിയെ ഉപേക്ഷിച്ച് പോകാൻ മനസ്സ് വരുന്നില്ല. അവസാനം ഇവനെ ഒരു കാറിൻ്റെ മുന്നിലിരുത്തി, കറുത്തവനായതുകൊണ്ട് കറുത്തവർ ഉപദ്രവിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവനെയും കൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ ഏതെങ്കിലും ഇന്ത്യയുടെ കഴിഞ്ഞ 3000-4000 കൊല്ലത്തിനിടയിൽ ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ പാചകം ചെയ്യുന്ന ഒരു ചമറിനെയോ ഈഴവനെയോ പുലയനെയോ നമ്മൾ ആരും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഒരു പുലയക്കുട്ടിയുമായി തോളിലേന്തി ഓടി രക്ഷപ്പെടുന്ന ഒരു ബ്രാഹ്മണനെയും നമ്മൾ കണ്ടിട്ടില്ല. കാരണം ഇത്രത്തോളം കാരണം സാമൂഹിക സോഷ്യൽ സയൻസിന് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാറ്റഗറൈസേഷനാണ്. ഈ അംബേദ്കർ പറഞ്ഞു, കാരണം ഇന്ത്യയിൽ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്, കാരണം ഈ ഗ്രീസിൽ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ഒക്കെ വലിയ തത്വചിന്തകരായിരിക്കുമ്പോൾ പോലും അവർ അടിമകളെയും സ്ത്രീകളെയും വിദേശികളെയും അംഗീകരിച്ചിട്ടില്ല. അവർക്കൊന്നും യാതൊരു തരത്തിലുള്ള സിറ്റിസൺസ് റൈറ്റ്സ് ഇല്ല. പക്ഷെ എങ്കിൽ പോലും ഒരു കോമൺ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ആശയം അവർക്കുണ്ടായിരുന്നു. ഈ കറുത്തവര് പ്രാചീന ഈജിപ്തിലും മെസപ്പൊട്ടോമിയയിലും സുമേറിയയിലും ജപ്പാനിലും ചൈനയിലും ഒക്കെ പലതരം വിവേചനങ്ങളും അസമത്വങ്ങളും ഉണ്ടായിരുന്നപ്പോൾ പോലും എല്ലാ മനുഷ്യരും കോമൺ ഹ്യൂമാനിറ്റിയിൽപ്പെട്ടവരാണ് എന്ന ഒരു മിനിമം ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. ബ്രാഹ്മണ ക്ഷത്രിയ ബനിയമാർ ബിലോങ് ടു മനുഷ്യർ. കാരണം മനുഷ്യർ എന്ന വാക്ക് വാസ്തവത്തിൽ സംസ്കൃതത്തിൽ ഹോമോസാപ്പിയൻസ്, ഹ്യൂമൻ എന്ന വാക്കിന് സമാനമായ ഒരു വാക്ക് പോലുമില്ല. മനുവിൻ്റെ പിന്മുറക്കാർ എന്ന അർത്ഥത്തിലാണ് സംസ്കൃതത്തിലെ മനുഷ്യർ എന്ന വാക്ക് ഡെറൈവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വേദങ്ങൾ തൊട്ട് മനുസ്മൃതി വരെയുള്ള ഗ്രന്ഥങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ക്ലാസിഫിക്കേഷൻ എന്നത് ബ്രാഹ്മൺ ക്ഷത്രിയ ബനിയമാർ എന്നത് മനുഷ്യവംശം, ശൂദ്രര്, അവർണര്, ചണ്ടാളർ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തിയിരുന്ന ക്ലാസ് കാറ്റഗറി എന്ന് പറയുന്നത് കോവർ കഴുത, പട്ടി, പൂച്ച, പുഴു, ശൂദ്രര്, ഈ വിഭാഗത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഷെയ്ഡ് ഹ്യൂമാനിറ്റി, കോമൺ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന സങ്കല്പം പോലും ഇല്ലാത്ത ഒരു രാജ്യം ഉണ്ടായിരുന്നുവെങ്കിൽ, ഇന്നും അങ്ങനെ തന്നെയാണ് ഉണ്ടെങ്കിൽ അത് ഇന്ത്യ മാത്രമാണ്. ആ സംസ്കാരത്തെയാണ് നാം സനാതന ധർമ്മ വാഴ്ച എന്ന് പറയുകയും അതിനെപ്പറ്റി അഭിമാനിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ലോകത്ത് പലതരത്തിലുള്ള അടിമത്തങ്ങളും അടിച്ചമർത്തലുകളും ഒപ്രഷനും ഒക്കെ നിലനിൽക്കുമ്പോഴും അറ്റ്ലാന്റിക് ട്രേഡിന്റെ സമയത്ത് പോലും അടിമകളെയും മനുഷ്യരാണ്, പക്ഷെ അവർക്ക് ചില അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു, അവർ നമുക്ക് വേണ്ടി പണിയെടുക്കാനുള്ളവരാണ് എന്നതായിരുന്നു ധാരണ. പക്ഷേ മനുഷ്യർ മഹാഭൂരിപക്ഷത്തെ ഇന്ത്യയിൽ ഇന്നത്തെ ലേറ്റസ്റ്റ്
2011 സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ 90% സർവ മതങ്ങളിലെയും പിന്നോക്ക ജാതികൾ എണ്ണമെടുത്ത 90% OBC-കളും ദളിതരും ആദിവാസികളുമാണ്. ഇപ്പോൾ തോമസ് പിക്കറ്റിയുടെ വേൾഡ് ഈക്വാളിറ്റി ലാബിന്റെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ മൊത്തം സമ്പത്തിന് 30% 10,000 പേരുടെ കയ്യിലാണ്. ഇത്രത്തോളം അസമത്വം നിറഞ്ഞ, ഇത്രത്തോളം അനീതിയും നിറഞ്ഞ ഒരു സംസ്കാരമോ രാജ്യമോ ലോകത്ത് ചരിത്രത്തിൽ ഇതുവരെയായിട്ട്, ലോകത്തിലെ ചില ആളുകൾ പറയുന്നത് ലോകത്തിലെ നമ്മുടെ റെക്കോർഡ് ചെയ്യപ്പെട്ട, രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിലെ എല്ലാ അനീതികളുടെയും, എല്ലാ ഒപ്രഷൻ്റെയും, എല്ലാ വംശീയതയുടെയും ഉറവിടം എന്ന് പറയുന്നത് വർണ്ണജാതി വ്യവസ്ഥയാണ്. ഇപ്പോൾ ഹിറ്റ്ലറുടെ ഏറ്റവും വലങ്കൈയായിരുന്ന ഹെയിൻറിച്ച് ഹിബ്ലർ എന്ന് പറയുന്ന ആള് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൂട്ടക്കൊല ചെയ്ത ഹോളോകോസ്റ്റ് വിധേയമാക്കിയ ആൾ. അയാളുടെ കയ്യിൽ ഒരു ചെറിയ ഈ ഭഗവത്ഗീതയുടെ ചെറിയ കോപ്പിയുണ്ട്. അപ്പോൾ ആളുകൾ ചോദിച്ചു, എന്തിനാണ് ഈ ഭഗവത്ഗീതയുടെ കോപ്പി കൊണ്ടു നടക്കുന്നത്? അപ്പം അയാൾ പറഞ്ഞ ഉത്തരം ഇതാണ്. അപ്പം SS എന്ന് പറയുന്ന ഈ കൊലയാളി സംഘമുണ്ടല്ലോ ഹിറ്റ്ലറുടെ, ഭഗവത്ഗീത ഹൃദയസ്ഥമാക്കിയാൽ ഏത് മഹാപാതകവും കുറ്റബോധരഹിതമായി ചെയ്യാൻ മനുഷ്യനെ പ്രാപ്തമാക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ഗ്രന്ഥം, ഒരു 6 മാസം പ്രായമായ കുഞ്ഞിനെ കാലിൽ പിടിച്ച് തറയിലടിക്കാൻ ഗുജറാത്തിൽ 2002 സംഭവിച്ചതുപോലെ ഗർഭസ്ഥ ശിശുവിനെ പോലും വലിച്ചെറിയാൻ കുറ്റബോധമില്ലാതെ, പശ്ചാത്താപമില്ലാതെ മനുഷ്യനെ പഠിപ്പിക്കുന്ന, മനുഷ്യനെ പ്രാപ്തമാക്കുന്ന, പരിശീലിപ്പിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം ഭഗവത്ഗീതയാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ SS കൊലയാളി സംഘങ്ങളുടെ ട്രെയിനിങ്ങുകളിൽ ഞങ്ങൾ ഭഗവത്ഗീത സപ്താഹം നടത്തുക. കാരണം ചിന്മയാനന്ദൻ കണ്ടുപിടിച്ചതല്ല ഭഗവത്ഗീത സപ്താഹം, ഹിറ്റ്ലറുടെ സംഭാവനയാണ് ഭഗവത്ഗീത സപ്താഹം എന്ന് പറയുന്നത്. കാരണം യൂതരെയും ജിപ്സികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ന്യൂനപക്ഷങ്ങളെയും കുറ്റബോധരഹിതമായി കൊല്ലുന്ന മനസ്സുള്ള കുറ്റവാളികളാക്കി മാറ്റാൻ ഹിംലറും ഈ ജർമ്മൻ നാസി സൈദ്ധാന്തികരും ആവിഷ്കരിച്ച പദ്ധതിയുടെ ഇന്ത്യൻ പ്ലേജിയറിസം മാത്രമാണ് ഈ ഭഗവത്ഗീത സപ്താഹം എന്ന് പറയുന്നത്. ഇന്നത് ഇടതുപക്ഷത്തും വലതുപക്ഷത്തുമുള്ള പല ആളുകളും ഭഗവത്ഗീത എന്തോ മഹത്തായ ഗ്രന്ഥം എന്നുള്ള മട്ടിൽ ഭഗവത്ഗീത സപ്താഹങ്ങൾ നടത്തുന്നു. അപ്പോൾ അംബേദ്കറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ വാക്ക് ഉപയോഗിച്ചില്ലെങ്കിലും എത്ര സമയം എടുത്തു? അദ്ദേഹം വാക്ക് ഉപയോഗിച്ചില്ലെങ്കിലും ഈ ബാലഗംഗാധര തിലകന്റെ കാലം തൊട്ട് തന്നെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ചരിത്രത്തെക്കുറിച്ച്, ആധുനിക ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ബ്രിട്ടീഷ് കൊളോണിയലിസം വേഴ്സസ് എൻസ്ലേവ്ഡ് നേഷൻ, അടിമവൽക്കരിക്കപ്പെട്ട രാജ്യം, അടിമവൽക്കരിക്കപ്പെട്ട രാഷ്ട്രം. പക്ഷേ ബാലഗംഗാധര തിലകന്റെ സമകാലികനായിരുന്ന ഫൂലെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടാണ് വെച്ചത്. ഇന്ത്യയിലെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കൊളോണിയലിസവും ഇന്ത്യ എന്ന് പറയുന്ന ഹോമോജീനിയസ് യൂണിഫൈഡ് നേഷൻ, അങ്ങനെ ഒരു സാധനമില്ല എന്ന് അംബേദ്കർക്ക് മുമ്പേ ഫൂലെ പറഞ്ഞു. ഇന്ത്യയിലെ പരസ്പരം കലഹിക്കുന്ന, പരസ്പരം സംഘർഷത്തിൽപ്പെടുന്ന, ഹയറാർക്കി ബന്ധമുള്ള ഉച്ചനീച ജാതികൾ ചേർന്ന ഒരു ടെറിട്ടറിയാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യയെ ഒരു കാലത്തും ബ്രിട്ടീഷുകാർ അധീനമാക്കിയിട്ടില്ല. അധീനമാക്കണമെങ്കിൽ, കാരണം ഭൂലേക്ക് വിദ്യാഭ്യാസം കിട്ടിയത്, അതുപോലെ അംബേദ്കറുടെ പൂർവികർക്ക് ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേരാൻ ചരിത്രത്തിൽ ആദ്യമേ അവസരം കിട്ടിയത് ബ്രിട്ടീഷ് പട്ടാളമാണ്. വെല്ലൂർ മ്യൂട്ടിനി, ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് ഈ മുഖ്യധാര രാഷ്ട്രീയക്കാർ പറയുന്ന വെല്ലൂർ എന്ന് പറയുന്ന ഇതിലെ ഒരു സൈനിക കലാപം. ഈ കലാപത്തിൽ വെല്ലൂർ പട്ടാള ക്യാമ്പിൽ ബ്രിട്ടീഷുകാർ അവരുടെ സൈന്യത്തെ, ആ സമയത്ത് 19ാം നൂറ്റാണ്ട് തുടക്കത്തിൽ ബ്രിട്ടീഷ് സൈന്യം പോലും പ്രിമിറ്റീവായിരുന്നു. അവരവരെ പ്രൊഫഷണലൈസ് ചെയ്തതിൻ്റെ ഭാഗമായി എല്ലാവർക്കും റാങ്ക് അനുസരിച്ച് യൂണിഫോം ഏർപ്പെടുത്തി, മതചിഹ്നങ്ങൾ പരസ്യമായി പട്ടാള ബാരക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല, കോമൺ ക്യാൻറ്റീൻ. അതുവരെ വെല്ലൂർ പട്ടാള ക്യാമ്പിലെ ബ്രാഹ്മണരായ പട്ടാളക്കാർ, അവൻ്റെ പരമ്പരാഗത വേഷം, അവൻ്റെ മുകളിലുള്ള
സൈനിക ഉദ്യോഗസ്ഥൻ മേജർ പദവിയിലുള്ള ഒരു കൊലയനാണെങ്കിൽ, അല്ലെങ്കിൽ കള്ളറാണെങ്കിൽ, അല്ലെങ്കിൽ പറയനാണെങ്കിൽ പട്ടാള ബാരക്ക് യൂണിഫോമിൽ പോലും തൻ്റെ കീഴുദ്യോഗസ്ഥനായ ഈ ബ്രാഹ്മണനെ സാഷ്ടാംഗ പ്രണയിക്കണമായിരുന്നു. ഇപ്പം ഇത്തരത്തിലുള്ള മതചിഹ്നങ്ങൾ, മതപരമായ ബന്ധങ്ങളെല്ലാം ബ്രിട്ടീഷുകാർ നിരോധിച്ചു. ഇതിനെതിരായ കലാപമായിരുന്നു വെള്ളൂർ മ്യൂട്ടിനി എന്ന് പറയുന്നത്. 1857 സമരവും ഇത് തന്നെയാണ്. മതപരമായ ചില സംഭവങ്ങൾക്കെതിരെ ബ്രിട്ടീഷുകാർ മിലിറ്ററി പ്രൊഫഷണലൈസേഷൻ്റെ ഭാഗമായി ഉണ്ടായതിനോടുള്ള റിലീജിയസ് റിട്ടാലിയേഷൻ മാത്രമാണ്. അതിനെപ്പറ്റി കദലീൻ ഗഫ് എന്ന് പറയുന്ന, അതായത് ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ട് പൊയ്പോയ അധികാരങ്ങളും പൊയ്പോയ അവകാശങ്ങളും വീണ്ടെടുക്കാൻ വേണ്ടി നടത്തിയ റിവൈവലിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അവർ റൊമലാത്താപ്പറും അല്ലേ പറഞ്ഞത്. റൊമലാത്താപ്പൻ ആരാ പറഞ്ഞു? റൊമലാത്താപ്പറും ഒക്കെ കൾച്ചർ പാസ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇതൊക്കെ. ഇന്ന് അപ്പോൾ അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരാൽ കോളനൈസ് ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രമേ അല്ല. അപ്പം ഇന്ത്യക്കകത്തുള്ള പ്രോബ്ലം, ഇന്ത്യ 3000 കൊല്ലങ്ങൾക്ക് മുൻപ് തന്നെ കൊളനൈസ് ചെയ്യപ്പെട്ട ഇന്റേണൽ കൊളോണിയലിസം, ആഭ്യന്തര കൊളോണിയലിസത്തിന് വിധേയമായ ഒരു രാജ്യമാണ്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ആളുകളും ഒരു നിസാര ന്യൂനപക്ഷത്തിൻ്റെ കൊളോണിയൽ വാഴ്ചയ്ക്ക് കീഴിലാണ്. ബ്രിട്ടീഷുകാർ കമ്പനി നിയമങ്ങൾ കൊണ്ടും സൈനിക ആധിപത്യം കൊണ്ടും ബലപ്രയോഗം കൊണ്ടുമാണ് ഇന്ത്യ എന്ന് പറഞ്ഞ മൊത്തം സബ് കോണ്ടിനെന്റിനെ കൊളനൈസ് ചെയ്തതെങ്കിൽ, ഈ ആഭ്യന്തര കൊളോണിയലിസ്റ്റുകൾ, ബ്രാഹ്മണ, ക്ഷത്രിയ, ബനിയമാർ എന്ന് പറയുന്ന 10% താഴെ വന്ന ആളുകൾ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയെ കൊളനൈസ് ചെയ്തത് നേരിട്ടുള്ള ബലപ്രയോഗത്തിലൂടെ ആയിരുന്നില്ല. അതിന് പകരം നേരത്തെ ഇവിടെ ഉച്ചരിക്കപ്പെട്ട വേദങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, നാട്ടുകഥകൾ, പിന്നെ പഴഞ്ചൊല്ലുകൾ എന്ന് വേണ്ട ആളുകളുടെ മനസ്സിൽ ഇന്നസെൻ്റ് ആണ്, ഇമ്പാർഷ്യലാണെന്ന പ്രതീതി ജനിപ്പിക്കുന്ന ഒരുപാട് കഥകളിലൂടെയാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പിന്നെ BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ രാജസ്ഥാൻ ഹൈക്കോടതിക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന പ്രതിമ ഒരു സാങ്കല്പിക മനുവിൻ്റെ പ്രതിമയാണ്. പല ഗുജറാത്തിലും മറ്റ് പല സംസ്ഥാനങ്ങളും BJP നേരിട്ട് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ദേശീയ ടെക്സ്റ്റ് എന്ന നിലയ്ക്കാണ് രാമായണവും ഭാരതവും മനുസ്മൃതിയും ഒക്കെ പഠിപ്പിക്കുന്നത്. പക്ഷെ 45 ശേഷം ഡീനാസിഫിക്കേഷൻ്റെ ഭാഗമായി ജർമ്മനിയിൽ ആദ്യ കുറേ കാലം ഈ ഹിറ്റ്ലർ വാദികളുടെയും ഒക്കെ പല പുസ്തകങ്ങളും നിരോധിച്ചിരുന്നു. പക്ഷെ 2000-ന് ശേഷം ഇത് വീണ്ടും അക്കാഡമിക് ഇൻട്രസ്റ്റോട് കൂടി, ഇടക്കാലത്ത് സോഷ്യൽ സയൻറ്റിസ്റ്റുകൾക്കും ഹിസ്റ്റോറിയൻസിന് മാത്രമേ ഈ പുസ്തകം വായിക്കാൻ പാടുള്ളൂ. ഗ്രന്ഥശാലകൾ ലഭിക്കുമായിരുന്നില്ല ഹിറ്റ്ലറുടെ പുസ്തകം. പക്ഷെ ഇന്ന് ഏതാണ്ട് 450 പേജ് വരുന്ന ഈ ഹിറ്റ്ലറുടെ പുസ്തകം ഇന്ന് അവിടെ പഠിപ്പിക്കുന്ന 5000 പേജുള്ള, ഓരോ വാക്കിനും ഒരു 100 അനോട്ടേഷൻ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഇത് ഈ വാചകം അപകടകരമാണ്, ഇത് മനുഷ്യൻ വിശ്വസിക്കാൻ പാടില്ല, ഇത് മനുഷ്യനെ രക്തം ചിന്തുന്നതാണ്, മനുഷ്യ വിദ്വേഷത്തിൽ അധിഷ്ഠിതമായ പദമാണ്. പക്ഷെ രാമായണം എങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്? നമ്മളെല്ലാം പൂജിക്കേണ്ട, നമ്മളെല്ലാം ആരാധിക്കേണ്ടതാണ്. അതിന് നെഗറ്റീവ് പെഡഗോഗി എന്നാണ് പറയുന്നത്. നമുക്ക് പഠിപ്പിക്കാം രാമായണവും മനുസ്മൃതിയും. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം നേരത്തെ ഇവിടെ പറഞ്ഞു. കാരണം ഈ ഒറിജിനൽ രാമായണമല്ല ഇന്ന് ഇന്ത്യയിൽ പ്രചരിച്ചിരിക്കുന്നത്. തുളസീദാസ് എഴുതിയ അധ്യാത്മരാമായണത്തിൻ്റെ പരിഭാഷയാണ് എഴുത്തച്ഛൻ എഴുതിയത്. കാരണം അതിനകത്ത് ഈ റൊമലാത്താപ്പർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ അധ്യാത്മരാമായണം തുളസീദാസിൻ്റെ രാമായണത്തിലാണ് സീതയെ രാവണൻ വേഷമാറി വന്ന് തട്ടിക്കൊണ്ടു പോകുമെന്നുള്ള വിവരം അന്തർജ്ഞാനത്തിലൂടെ രാമനും ലക്ഷ്മണനും കിട്ടി. അങ്ങനെ ഒരു മായാ സീതയെ, ഫാൻറ്റം സീതയെ ഉണ്ടാക്കി. പിന്നെ എന്തിനാണ് യുദ്ധം നടത്തിയത്? ഇത്രയും മനുഷ്യക്കുരുതി ഉണ്ടാക്കിയതിനാണ്. കാരണം സീതയെ ഒളിപ്പിച്ചു. അധ്യാത്മരാമായണത്തിലും എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൽ തുളസീദാസിൻ്റെ രാമചരിത മാനസത്തിലും ഒക്കെ തന്നെ യഥാർത്ഥ സീതയെ ഇവരെ ഒളിപ്പിച്ചു. രാവണന് കിട്ടിയില്ല. അപ്പോൾ റാഷണലായി നാം ആലോചിക്കുമ്പോൾ പിന്നെ ഈ യുദ്ധത്തിന് ഇത്രയും മാരകമായ, ഇത്രയധികം മനുഷ്യക്കുരുതിയിലേക്ക് നയിച്ച യുദ്ധത്തിന് എന്ത് വിശദീകരണമാണുള്ളത്?
ഒരു വിശദീകരണവുമില്ല. കാരണം ഈ രാമായണവും ഉത്തരേന്ത്യയിലെ രണ്ട് പ്രധാനപ്പെട്ട ദൈവങ്ങൾ മിഡീവൽ പീരീഡിൽ രാമനും കൃഷ്ണനുമാണ്. പക്ഷെ കൃഷ്ണൻ കുറച്ച് പ്ലേഫുൾ ഗോഡാണ്. 1090 മുതൽ ഒരു ശത്രു സംഹാരിയായ യുദ്ധോദ്യുക്തനായ മനുഷ്യവിരുദ്ധനായ ഒരു ഇമേജിലേക്ക് കൃഷ്ണനെ ഉയർത്താൻ പറ്റത്തില്ല. കൃഷ്ണൻ പെണ്ണുങ്ങളുടെ കൂടെ കിടക്കും, അവരുടെ വെണ്ണ മോഷ്ടിക്കും, പ്ലേഫുൾ ഗോഡാണ്. പക്ഷെ രാമൻ എന്ന് പറയുന്നത് ജനനം മുതൽ ശത്രു നിഗ്രഹമാണ് അയാളുടെ ലക്ഷ്യം തന്നെ. കാരണം മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ മുൻകൂർ തീരുമാനിച്ചതാണ് ഇവിടുത്തെ തദ്ദേശീയ ജനതയെ ഉന്മൂലനം ചെയ്യുക എന്നത്. തദ്ദേശീയ ജനതയുടെ നേതാവായ ബ്രാഹ്മണനെ ഉന്മൂലനം ചെയ്യുമെന്ന് പറയുന്ന പൂർവ്വനിശ്ചിതമായ ഒരു ഉദ്ദേശത്തിന് വേണ്ടി ശത്രു നിഗ്രഹനായ ഒരു ഇമേജിലേക്ക് ഉയർത്താൻ പറ്റുന്ന ഏക ദൈവം രാമനാണ്. അതുകൊണ്ടാണ് RSSകാർ രാമൻ എന്ന കൃഷ്ണന് പകരം, കൃഷ്ണൻ ഉത്തരേന്ത്യയിൽ 90-ലൊക്കെ രാമനേക്കാൾ പോപ്പുലറാണ്. ഇന്നും റോമലത്താപ്പർ പറയുന്ന രാമൻ്റെ പേരിലുള്ള ക്ഷേത്രങ്ങൾ വിരലിൽ എണ്ണാവുന്നതാണ്. കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്രീരാമക്ഷേത്രം ഉണ്ടോ? തൃപ്പയ. നോർത്ത് ഇന്ത്യയിൽ തീരെയില്ല. അതേസമയം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളുണ്ട്, ശിവക്ഷേത്രങ്ങളുമുണ്ട്. പക്ഷെ ഇവർക്ക് ആർക്കുമില്ലാത്ത ഒരു ചോരക്കൊതി, ചോരക്കൊതി എന്ന് പറയുമ്പോൾ വെറും ചോരക്കൊതിയല്ല, തദ്ദേശീയവാസികളെ അവർണരെ ഈ ഭൂമുഖത്ത് നിന്ന് ഉച്ചാടനം ചെയ്യുക എന്ന് പറയുന്ന ലക്ഷ്യവുമായി അവതരിച്ചതാണ് രാമൻ. അതുകൊണ്ടാണ് RSSകാർ യാദൃശ്യമായിട്ടല്ല രാമനെ 1900 ബാബരി മസ്ജിദ് വന്നപ്പോൾ അതിനെ തകർക്കാനായി രാമൻ്റെ ഇമേജും രാമൻ്റെ ശിലാന്യാസും ഒക്കെ ഉണ്ടാക്കി ഒരു വലിയ ക്യാമ്പയിൻ നടത്തിയത്. അപ്പം അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ 2 ശത്രുക്കളാണ്. ഒന്ന് നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള ഭൂമിശാസ്ത്രപരമായ ഏലിയനായ ബ്രിട്ടീഷുകാർ. അതേസമയം ഇന്ത്യക്കകത്ത് തന്നെയുള്ള ഭൂമിശാസ്ത്രപരമായി നമ്മളുടെ അയൽവാസികളായ മറ്റൊരു ശത്രു. അപ്പം ദളിതരെയും ആദിവാസികളെയും OBCകളെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാരുടെ കൊളോണിയലിസത്തെ അംബേദ്കർ ഒരിക്കലും ന്യായീകരിച്ചിട്ടില്ല, പൂലെ ന്യായീകരിച്ചിട്ടില്ല. പക്ഷേ അൺഇൻറ്റൻഡഡ് കോൺസിക്വൻസസ് എന്നാണ് പറയുന്നത്. അവരുദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പോലും, കാരണം ബ്രിട്ടീഷുകാർക്ക് ഇവിടെ സുഗമമായ ഭരണം നടത്തണമെങ്കിൽ ഒരു മോഡേൺ നിയമ സംവിധാനം വേണമായിരുന്നു. ഇന്ത്യയിലെ ആൾക്കാരെ വിദ്യാസമ്പന്നരാക്കണം, ഇല്ലെങ്കിൽ കമ്പനി നടത്താൻ പറ്റൂല, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ നടത്താൻ പറ്റൂല. പക്ഷെ ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് ആദ്യമായി കിട്ടിയവരിൽ ഒരു ഭാഗം ദളിതരാണ്. കാരണം ഭൂലെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ചേർന്ന് ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകളുടെ വിദ്യാഭ്യാസം തുടങ്ങിയത്. അംബേദ്കറുടെ 3 തലമുറ മഹർ പട്ടാളത്തിൽ ജോലിക്കാരായിരുന്നു. അതുകൊണ്ടാണ് ഭീമ കൊറേഗാവില് നമ്മുടെ തദ്ദേശവാസികളായ പെഷുവ ഭരണത്തിനെതിരെ ബ്രിട്ടീഷുകാരുടെ തോളോട് ചേർന്ന് നിന്നുകൊണ്ട് സമരം ചെയ്ത ഒരു പാരമ്പര്യത്തിൻ്റെ ഉടമയാണ് അംബേദ്കർ എന്ന് പറയുന്നത്. കേരളത്തിൽ തന്നെ നാരായണഗുരു പറഞ്ഞിട്ടുണ്ട്, 1-ാം ലോകയുദ്ധ സമയത്ത് എല്ലാവരും ബ്രിട്ടീഷുകാരുടെ പരാജയപ്പെടണം, ബ്രിട്ടീഷുകാരെ തോക്കണം എന്ന് പറഞ്ഞപ്പോൾ നാരായണഗുരു ശിഷ്യനോട് പറഞ്ഞാണ് ബ്രിട്ടീഷുകാരുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അയാൾ അമ്പരന്ന് ചോദിച്ചു, എന്താണ് അങ്ങനെ സ്വാമി അങ്ങനെ പറയുന്നതെന്ന് വെച്ചപ്പോൾ ബ്രിട്ടീഷുകാരാണ് നമുക്ക് സന്യാസം തന്നത്. ഇവരുടെ ഈ മനുസ്മൃതി അനുസരിച്ചിട്ടുള്ള കാലമായിരുന്നുവെങ്കിൽ എനിക്ക് ശംഭുകൻ്റെ ഗതി വരുമായിരുന്നു. സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവം നടന്നപ്പോൾ അദ്ദേഹം ഈഴവോദ്ബോധനം എന്നൊരു കവിത എഴുതിയിട്ട് കോമ്രേഡ് എന്ന വാക്കിന്, ഇംഗ്ലീഷിലെ കോമ്രേഡ് എന്ന വാക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, ആദ്യമായി മലയാളത്തിൽ സഖാവ് എന്ന പരിഭാഷപ്പെടുത്തിയത് സഹോദരൻ അയ്യപ്പനാണ്. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരുടെ അദ്ദേഹം 1968 മരിക്കുന്നത് വരെ EMS ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ കണ്ണിൽ ഏറ്റവും വലിയ കരട് സഹോദരൻ അയ്യപ്പനാണ്. കാരണം കേരളത്തിൽ റാഷണലിസ്റ്റ് ചിന്താ പദ്ധതി, റാഷണലിസ്റ്റ് പ്രവർത്തന രീതി തൻ്റെ ഗുരുവിനെയും നിഷേധിച്ചുകൊണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞപ്പോൾ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് വേണം എത്തിക്സ് എന്ന് പറഞ്ഞ കേരളത്തിലെ നാം ഉയർത്തിപ്പിടിക്കേണ്ട ഭാവി കേരളത്തിൻ്റെ ഇതിഹാസ തുല്യനായ ഒരു മനുഷ്യനാണ് സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനെ പറ്റി പറയുമ്പോൾ, കാരണം ഇന്നും നമ്മുടെ റോഡുകൾക്ക് ഹൈവേയുടെ ഒക്കെ 60 അടിയല്ലേ, 70 ഫീറ്റ് റോഡ് ഉണ്ടാക്കി 1950 കൊച്ചി മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയപ്പോൾ 70 അടി നീളം. അപ്പം അന്ന് പലരും അയ്യപ്പനെ പരിഹസിച്ചു, ഭയങ്കര ആഡംബരമാണ്. അപ്പം അയ്യപ്പൻ പറഞ്ഞ 50 വർഷം കഴിഞ്ഞാൽ ഈ വീതി പോലും അപര്യാപ്തമാണെന്ന് തോന്നുന്നു. പക്ഷേ PWDയിലെ എഞ്ചിനീയർമാർ
ഒരു റോഡിൻ്റെ ഒരു വശത്ത് അയ്യപ്പൻ്റെ വീട്, മറുവശത്ത് ഒരു സാധു ബ്രാഹ്മണൻ, തമിഴ് ബ്രാഹ്മണൻ. അപ്പോൾ PWD മന്ത്രിയാണ്, അദ്ദേഹത്തെ ശല്യപ്പെടുത്താതെ ഈ ബ്രാഹ്മണൻ്റെ വീട് ഇളക്കാൻ തീരുമാനിച്ചു. ഇതെങ്ങനെയോ സഹോദരനെ ഇപ്പം പറഞ്ഞു, തൊട്ടുപോകരുത്, എൻ്റെ വീട് പൊളിച്ചോ എന്ന് പറഞ്ഞ ഒരു മന്ത്രിയാണ് 75 വർഷത്തിന് മുമ്പ് സഹോദരൻ അയ്യപ്പൻ. അതുകൊണ്ട് കേരളത്തിൽ ഈ റാഷണലിസ്റ്റ് ചിന്തയെപ്പറ്റി നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം, നാരായണഗുരു അനാവശ്യമായി 1914 സമയത്ത് ദൈവദശകം എന്നൊരു കവിത എഴുതി. കാരണം ഒരു കാരണവശാൽ എഴുതാൻ പാടില്ലാത്തതാണ്, അന്ന് എഴുതേണ്ട കാര്യമില്ല. പ്രതിഷേധ സൂചകമായി, അങ്ങനെ പരസ്യമായി നാരായണഗുരുവിനെ എതിർക്കാനൊന്നും അന്ന് കഴിയത്തില്ല, പക്ഷെ എതിർത്തിട്ടുണ്ട് 24. അത് ഞാൻ പറയാം 5 മിനിറ്റ് കൂടെ. ദൈവദശകം എന്ന് പറയുന്ന അനാവശ്യമായ ഒരു കവിത എഴുതിയപ്പോൾ അദ്ദേഹം പ്രതിഷേധ സൂചകമായി സയൻസ് ദശകം എന്ന് കവിത എഴുതി സ്വന്തം ഗുരുവിനോട് പ്രതിഷേധിച്ചാണ്, സിംബോളിക് പ്രൊട്ടസ്റ്റ് നടത്തിയതാണ്. ഞാൻ പറഞ്ഞത് 1924 നമ്മുടെ കേരളത്തിലെ ഈ തദ്ദേശീയരായ ഒപ്രസ്ഡ് അല്ലെങ്കിൽ OBC ജനവിഭാഗത്തിൻ്റെ യാഥാസ്ഥിതിയുടെ പരമകാഷ്ട എന്ന് പറയുന്ന 1924 നാരായണഗുരു പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് ഇന്ന് VD സതീശൻ്റെ നാട്ടിൽ വടക്കൻ പരവൂരിൽ കാളികാവ് എന്ന് പറയുന്ന ഒരു ക്ഷേത്രം അവിടുത്തെ ഈഴവ പ്രമാണിമാർ നാരായണഗുരുവിൻ്റെ പേരിൽ എഴുതി കൊടുത്തു. തൊട്ടടുത്ത വർഷം അദ്ദേഹം കുറേ പുലയരുമായി ക്ഷേത്രത്തിൽ കയറി ഉത്സവം നടത്താനായിട്ട്. ഇപ്പം നാരായണഗുരു മുമ്പിൽ പുലയർന്നോ ഈഴവർന്നോ നായർന്നോ നമ്പൂതിരിന്നോ വ്യത്യാസമില്ല, ഒരു മനുഷ്യൻ. അവിടുത്തെ ഈഴവ പ്രമാണിമാർ ആലോചിച്ച് നോക്കട്ടെ, 24 നാരായണഗുരു ഉദിച്ചു വരുന്ന സമയത്തൊന്നുമല്ല, ഡെമി ഗോഡായി ഈഴവരും കേരളവും ആരാധിച്ചുകൊണ്ട സമയത്ത് നാരായണഗുരുവിനെ 28ാം പ്രതിയായി പറവൂർ മുനിസിപ്പൽ കോടതിയിൽ ഈഴവർ കേസ് കൊടുത്തു, ക്ഷേത്രം അശുദ്ധമാക്കി. പക്ഷെ അവിടെ ഇരുന്ന ബ്രിട്ടീഷ് മുനിസിപ്പ് പറഞ്ഞത് നാരായണഗുരു പരസ്യമായി പ്രൊക്ലൈം ചെയ്യുന്ന ഡോക്ട്രിൻ അനുസരിച്ച് അദ്ദേഹം ചെയ്തത് 100% ശരിയാണ്. മനുഷ്യ സാഹോദര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് അദ്ദേഹം പുലയരും ഈഴവരും വ്യത്യാസമില്ലാതെ അവിടെ കയറിയത്. അത് ആ കെട്ടിടത്തിൻ്റെ പുതിയ സിവിൽ കെട്ടിടം ഉണ്ടാക്കി അങ്ങോട്ട് മാറ്റിയപ്പോൾ അതിൻ്റെ ആ കേസ് കിട്ടുകയും അവിടുത്തെ കുറേ റാഡിക്കൽ പിണറായി 17 അല്ലേ അവിടുത്തെ അപ്പോൾ അതിൻ്റെ ആ കേസ് കിട്ടുകയും അവിടുത്തെ ഉത്ബുദ്ധരായ ഉത്പക്ഷണങ്ങളായ കുറേ യുവാക്കൾ അതൊരു ലേഖലേഖിയാക്കി ഇറക്കുകയും ചെയ്തു. പറവൂർ, വടക്കൻ പറവൂർ, അതെ അതെ. അപ്പോൾ ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ട് നമ്മൾ ഈ ദേശീയ സ്വാതന്ത്ര്യ സമരം എന്ന് പാഠപുസ്തകങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പാഠപുസ്തകത്തിൽ എഴുതാൻ 47 സ്വാതന്ത്ര്യം കിട്ടി. ഞാനെപ്പോഴും ഉപയോഗിക്കുന്ന പോസ്റ്റ് ട്രാൻസ്ഫർ ഓഫ് ഇന്ത്യ. കാരണം സ്വാതന്ത്ര്യമല്ല, കാരണം ഈ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് 18ാം നൂറ്റാണ്ട് വരെ അവരുടെ രാഷ്ട്രീയ ആധിപത്യം ഉറപ്പിക്കുന്നത് വരെ ബ്രാഹ്മണരും ക്ഷത്രിയരും ബനിയന്മാരും കരുതിയിരുന്നത് ഇവിടുത്തെ മഹാവിഭൂഷ ജനതയെ പട്ടികളെ പോലെ, പൂച്ചയെ പോലെ, കോവർ കഴുതിയെ പോലെ പരിഗണിക്കാനുള്ളത് ഞങ്ങളുടെ ബർത്ത് റൈറ്റ് ആണെന്നാണ് വിചാരിച്ചത് ബ്രിട്ടീഷുകാരുടെ. കാരണം ഈ ഏറ്റവും കൂടുതൽ പോസ്റ്റ് കൊളോണിയലിസ്റ്റുകളും കീഴാള പഠനക്കാരുടെയും ഏറ്റവും കൂടുതൽ വെറുപ്പിന് പാത്രമായ ഒരു മനുഷ്യനാണ് മക്കാളെ. മക്കാളെ പറ്റി നാം സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്നുണ്ട്. മക്കാളെ പഴയ ക്ലർക്കന്മാരുണ്ടൊക്കെ അങ്ങനെ ഒരു വാക്യത ഉപയോഗിച്ചിട്ടില്ല. കാരണം എന്തെങ്കിലും ബ്രിട്ടീഷുകാർക്ക് ഇവിടുന്ന് പോകേണ്ടി വരും. അങ്ങനെ പോകുമ്പോൾ ഇന്ത്യയുടെ ഭരണം നടത്താൻ പാകത്തിൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മിനിറ്റ്സ് ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഈ മക്കാളെയാണ് ഇന്നും ഇപ്പോൾ എന്താണ് പുതിയ നിയമത്തിൽ പറയുന്നത്, ഭാരതീയ ന്യായസംഹിത. ഈ ന്യായസംഹിത എന്ന് പറയുന്നത് IPCയും CRPCയുമാണ്. ഈ IPC 1863-ലും 70-ലും ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമ കോഡുകൾക്ക് IPC ഇന്ത്യൻ പീനൽ കോഡിനും ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൻ്റെയും അടിസ്ഥാന രേഖയുണ്ടാക്കിയത് മക്കാളെയാണ്. ഇന്ന് അല്ലറ ചില്ലറ പരിഷ്കാരങ്ങൾ വരുത്തുന്നല്ലാതെ ഇതിൻ്റെ സ്ട്രക്ചറിൽ യാതൊരു മാറ്റമില്ല. കാരണം നിയമത്തിൻ്റെ മുൻപിൽ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ പുലയനോ കുറവനോ ഒന്നും ഒരു വ്യത്യാസമില്ല. ഈക്വാളിറ്റി ബിഫോർ, പണ്ട് ഗോഡ് എന്ന് പറയുന്ന പോലെ നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ്. പണ്ട് ഇവിടുത്തെ വഞ്ചിയൂർ കോടതിയിൽ 1936 മുറജപം നടക്കുമ്പോൾ മയ്യനാട്ടുനിന്ന് ഒരു ഈഴവ അഡ്വക്കേറ്റ് അവിടെ അദ്ദേഹത്തിന് കേസ് പറയാൻ വന്നു. എങ്ങനെയോ പോലീസുകാർ മണത്തറിഞ്ഞു, അശുദ്ധമായി, മുറജപം അശുദ്ധമായി ഈഴവൻ വന്നുകൊണ്ട് ഇയാളെ വന്ന് ബലം പ്രയോഗിച്ചു
ജീപ്പിൽ കയറ്റി ശ്രീകാര്യത്ത് കൊണ്ടുപോകും. മറന്നു 56 ദിവസമല്ലേ, 56 ദിവസം കഴിഞ്ഞ് അവിടെ കയറിപ്പോരുത്. ഇതായിരുന്നു 1936 പോലെ. ഇപ്പോഴും വീണ്ടും മുറജപം തുടങ്ങിയിരിക്കുകയാണ് കേരളത്തിൽ. നമ്മുടെ സഹോദരൻ അയ്യപ്പൻ്റെ നാട്ടിൽ, നാരായണ ഗുരുവിൻ്റെയും ഒക്കെ നാട്ടിൽ വീണ്ടും മുറജപം തുടങ്ങിയിരിക്കുന്നത് മാത്രമല്ല, ഞാൻ നിർത്താൻ പോവുകയാണ്, ഈ സമീപകാല കഴിഞ്ഞ ഒരു 30-40 കൊല്ലം എടുത്ത് എല്ലാ തരത്തിലുള്ള റിവൈവലിസ്റ്റ് പ്രവണതകളുടെയും ഉപജ്ഞാതാക്കൾ കോൺഗ്രസ്സുകാരല്ല, ഇടതുപക്ഷക്കാരാണ്. ട്രിവാൻഡ്രം എന്ന പേര് മാറ്റി തിരുവനന്തപുരം എന്നാക്കിയത് നായനാരാണ്. അതായത് ശങ്കുണ്ണി മേനോൻ്റെയും നാഗമയ്യയുടെയും ഔദ്യോഗിക തിരുവിതാംകൂർ ചരിത്ര രേഖയനുസരിച്ച് കേരളം കണ്ട ഏറ്റവും ഭീകരനായ, ഏറ്റവും കിരാതനായ മർദ്ദകൻ ദളവ, എന്താണ് പേര്, വേലുത്തമ്പിയാണ് സെക്രട്ടേറിയറ്റ് മുമ്പിൽ നിർത്തിയിരിക്കുന്നത്. നമുക്ക് എങ്ങനെ അഭിമാനത്തോടെ ഈ സ്റ്റാച്യൂവിൽ നടക്കാൻ പറ്റും? ഇത്രത്തോളം ഭീകരനായ, കാരണം ഈ മനുഷ്യനെ കുറിച്ച് ആദ്യത്തെ ചരിത്രം പാച്ചുമൂത്തത്, പിന്നെ ശങ്കുണ്ണി മേനോൻ, നാഗമയ്യ, ഇവരൊക്കെ കൊട്ടാരത്തിന്റെ ചരിത്രമാണ് എഴുതിയത്. അവർക്ക് പോലും ഇയാളോട് പുറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയും കിരാതനായ, ഇത്രയും പ്രാകൃതനായ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ലെന്നാണ് നാഗമയ്യ രേഖപ്പെടുത്തുന്നത്. അയാളുടെ ക്രൂരതയ്ക്ക് ഉദാഹരണം പറയുന്നുണ്ട്. ഇടവ എന്ന് പറയുന്ന, വർക്കലയിൽ ഇടവ എന്ന് പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ സ്ഥലത്ത് ഏതോ ഒരു പട്ടരുടെ വെറ്റില ചെല്ലം കാണാതെ പോയി. ഇയാൾ ഉടനെ വേലുത്തമ്പിയെ കാണാൻ വരികയാണ്. അപ്പോൾ ഇയാൾ കുളിക്കാനായിട്ട് എണ്ണ തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഉടനെ തുണി കൊണ്ട് എണ്ണ തേച്ചിട്ട് കിങ്കരന്മാരെയും പിടിച്ചിട്ട് കുതിരപ്പുറത്ത് കയറി വേറെ ഇടവയ്ക്ക് പോവുകയാണ്. ഈ പട്ടറയെ കൂട്ടിക്കൊണ്ട് എല്ലാവരെയും വിളിച്ചു വരുത്തി. ചേട്ട കൂട്ടി, ആരാണ് ഇയാളുടെ വെറ്റിൽ ചിഹ്നം എടുത്തത്? അവർ കേട്ടിട്ട് പോലുമില്ല. എന്നിട്ട് ഇയാളുടെ ശിക്ഷാരീതി എന്ന് പറയുന്നത് വലിയ മരത്തിൽ ഒരടി നീളമുള്ള ആണി അടിച്ച് കയറ്റുക. അങ്ങനെ 3 പേർക്ക് തറച്ചു, അവർ മരിച്ചു. അപ്പോഴത്തേക്കും ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ, ആ നാട്ടുകാർ, ഞങ്ങളാണ് എടുത്തത്, ഇല്ലെങ്കിൽ ഈ ഗതി വരും. പിന്നെ ഇയാളുടെ നാഗമയ്യ പറയുന്നത്, ഇയാൾ നമ്മുടെ ഈ പോലീസിലുള്ളവർക്കറിയാം, ചില കള്ളന്മാർക്ക് ചില പ്രത്യേക രീതികളുണ്ട്, മോഷ്ടാക്കൾ അങ്ങനെ വെച്ചിട്ട് കളിപ്പിക്കും. ഈ വേലുത്തമ്പിയുടെ രീതി എന്ന് വെച്ചാൽ എവിടെ പോയാലും ആളുകളുടെ ചെവി, മൂക്ക്, കണ്ണ് മുറിക്കുക. ഇതാണ് ദളവാക്കുളം 1806 വ്യക്തമായ ബ്രിട്ടീഷ് രേഖകൾ ലഭ്യമല്ലെങ്കിൽ പോലും നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന അവിടെ നിന്ന് ഒളിച്ചോടിപ്പോയ ആളുകളുടെ പലരുടെയും മൂക്ക് മുറിച്ചിട്ടുണ്ട്, ചെവി ഛേദിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ പോയ തലവലപ്പറമ്പ്, ഇതിനോട് സമീപപ്രദേശങ്ങളിലൊക്കെ പോയി താമസിച്ച ആളുകൾ ഈ വൈക്കത്തുള്ള പേരുകളാണ്, ചെറിയ ചെറിയ വില്ലേജുകളുടെ പേരുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ ഇതുവരെ പലപ്പോഴും അവിടുത്തെയുള്ള പ്രാദേശികമായ ഡിമാൻഡുകൾ ഉയർന്നു. ഇന്ന് ആ കുളനകത്ത് ബസ് സ്റ്റാൻഡാണ് അവിടെ ഉള്ളത്. ഒരു അന്വേഷണം നടത്താൻ പോലും ഒരു ഗവൺമെൻറ്റും തയ്യാറായിട്ടില്ല. കാരണം നമ്മുടെ ഇടതുപക്ഷത്തുള്ള പല ഇതൊക്കെ വെറും കള്ളക്കഥയാണ്, നങ്ങേലിയുടെ കഥ കള്ളക്കഥയാണ് എന്നാണ് ഇടതുപക്ഷ എഴുത്തുകാർ പറയുന്നത്. കാരണം കള്ളക്കഥയാണെങ്കിൽ, ഒരുപക്ഷെ മിത്താണെങ്കിൽ പോലും സവർണ മിത്തിനെ നേരിടാൻ നമുക്ക് അവർണ മിത്തുകൾ വേണ്ടി വരും. ഇപ്പോൾ ജോൺ ഓഫ് ആർക്ക് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു റിയൽ പേഴ്സണാലിറ്റി അല്ല. പക്ഷെ ഇന്നും ഫ്രാൻസുകാർക്ക് അഭിമാനമാണ് ജോൺ ഓഫ് ആർക്ക് എന്ന് പറയുന്നത്. ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധത്തിൽ ഫ്രാൻസിൻ്റെ അഭിമാനം കാത്ത ഒരു റിയൽ ചരിത്ര പുരുഷിയായിട്ടാണ്, ചരിത്ര വനിതയായിട്ടാണ് അവരെ കാണുന്നത്. പക്ഷെ നമുക്ക് നങ്ങേലിയും ദളവാക്കുളവും ഒക്കെ നമുക്ക് ഒരുപക്ഷെ മിത്താണെങ്കിൽ പോലും, ഒരുപക്ഷെ ചരിത്ര സംഭവങ്ങൾ അല്ലെങ്കിൽ പോലും ഇത്തരം സവർണ മിത്തുകളെ, പരശുരാമൻ്റെ ക്രൂരമായ മിത്തിനെതിരെ നമുക്ക് അവർണ മിത്തുകൾ, പലയ മിത്തുകൾ, ഈഴവ മിത്തുകൾ, ആദിവാസി മിത്തുകൾ സൃഷ്ടിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ചുരുക്കുകയാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അംബേദ്കർ, പൂലെയും നാരായണ ഗുരു സഹോദരൻ അയ്യപ്പനും പറഞ്ഞത്, നാം ഫൈറ്റ് ചെയ്യേണ്ടത് ബ്രിട്ടീഷുകാരോടല്ല. ബ്രിട്ടീഷുകാർ നമ്മുടെ സഖ്യകക്ഷിയാണ്. 1948 ഒരു ദളിത് കേരളത്തിലെ ഈ പിന്നോക്ക ജാതികളെ പറ്റി അന്വേഷിക്കാൻ വന്ന കമ്മിറ്റിയിലെ ഒരു അംഗം സഹോദരൻ അയ്യപ്പനോട് ഈ ജാതി കളയാൻ എന്ത് വേണം? അപ്പം അദ്ദേഹം പറഞ്ഞത്, ജാതി നിർമ്മാർജ്ജത്തിനുള്ള ഒറ്റ മാർഗം ലിക്വിഡേറ്റ് ഹിന്ദുയിസം എന്നാണ്. പക്ഷെ ഇന്ന് അവസാനമായി ഞാൻ പറയുകയാണ്, ഇന്ന് സോക്കാൾഡ് ലിബറൽ, സോക്കാൾഡ് പ്രോഗ്രസീവ്സ്, സോക്കാൾഡ് ലെഫ്റ്റ്, ഇവരുടെ ഇടയിൽ ഒരു പ്രവണതയുണ്ട്. അപകടം മുഴുവൻ RSS പ്രദാനം ചെയ്ത ഹിന്ദുത്വമാണ്. ഇത് വെടിയുണ്ട തടയും വെടിവെക്കുന്നവനെ പൂജിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ്. കാരണം യഥാർത്ഥത്തിൽ ഹിന്ദുത്വം
എന്ന് പറയുന്നത് ഹിന്ദുയിസത്തിൻ്റെ ഉൽപ്പന്നമാണ്. നാം എതിർക്കേണ്ടത് ഹിന്ദുയിസത്തെയാണ്, ജാതി സമ്പ്രദായത്തെയാണ്. അംബേദ്കർ പറഞ്ഞ ഈ സ്ക്രിപ്ചറൽ അതോറിറ്റി, ഈ ഋഗ്വേദം തൊട്ടുള്ള മുഴുവൻ ചപ്പു ചവറുകളെയും കൂട്ടിയിട്ട് കത്തിക്കാതെ ഇന്ത്യ രക്ഷപ്പെടുകയില്ല. അല്ല RSSനെ എതിർത്തുകൊണ്ടോ അല്ലെങ്കിൽ BJP എതിർത്തുകൊണ്ടോ. ഇമ്മീഡിയറ്റ് എനിമിയാണ്, അത് കുറച്ച് ഞാൻ കാണുന്നില്ല. പക്ഷെ ഇന്ന് RSS എന്ന് പറയുന്നത് ഹിന്ദുയിസം എന്ന് പറയുന്ന ഈ വിഷവൃക്ഷത്തിലെ ഒരു ശാഖ മാത്രമാണ്. ഈ ശാഖ കൊഴിഞ്ഞ് ഉണങ്ങിപ്പോയാൽ നാളെ പുതിയ പുതിയ ബ്രാഞ്ചസ് ഉണ്ടാകും. അതുകൊണ്ട് ഈ ഋഗ്വേദത്തെ ആദ്യ വരികൾ തൊട്ട് ഹിന്ദുയിസവുമായി ബന്ധപ്പെട്ട ജാതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതീകങ്ങളെയും വൊക്കാബുലറികളെയും ചിഹ്ന സമ്പ്രദായങ്ങളെയും നാം എതിർക്കേണ്ടതാണ്. അങ്ങനെ എതിർക്കുന്നതിലൂടെ മാത്രമേ RSSന്റെ രാഷ്ട്രീയത്തെ, BJPയുടെ രാഷ്ട്രീയത്തെ നമുക്ക് ഡീലെജിറ്റിമൈസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്നത് ജാതി വ്യവസ്ഥയിൽ നിന്നുള്ള മോചനമാണ്, അല്ല ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നുള്ള മോചനമായിട്ടല്ല അദ്ദേഹം കണ്ടത്. ഇപ്പോൾ സോഷ്യൽ സയൻസിലൊരു ഇതുണ്ട്, നമുക്കിപ്പോൾ ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭൂമി ഉരുണ്ടതാണ്, നമുക്കെല്ലാവർക്കും അറിയാം, ഒരു തർക്കമില്ല. അടുത്ത കാലം വരെയും മനുഷ്യ വിചാരിച്ചിരുന്ന ഭൂമി പരന്നതാണ്, ഭൂമിക്ക് ചുറ്റുമാണ് മറ്റെല്ലാ കറങ്ങുന്നത്. ഇതായിരുന്നു കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് ആരും അത് തർക്കിക്കാറില്ല. പക്ഷെ അത് ഒബ്ജക്റ്റീവ് നോളജാണ്. ഈ സയൻസും സോഷ്യൽ സയൻസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സയൻസിനകത്ത് ഒബ്ജക്ട്സ്, റിയൽ ഒബ്ജക്ട്സിനെ കുറിച്ചാണ് അതിൻ്റെ വിഷയം എന്ന് പറയുന്നത്. കാരണം ഭൂമി പരന്നതാണ് എന്ന് പറഞ്ഞ് ഒരാൾക്കും തർക്കിക്കാൻ പറ്റില്ല, അങ്ങനെ തെളിയിക്കാനും പറ്റില്ല. അതുപോലെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറി ആയാലും ക്വാണ്ടം ഫിസിക്സ് ആയാലും എല്ലാ തിയറി. പക്ഷെ സോഷ്യൽ സയൻസ്, ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നതിൻ്റെ വിഷയം മനുഷ്യരാണ്. അവിടെ ഒബ്ജക്റ്റിവിറ്റി ഇല്ല, വസ്തുനിഷ്ഠതയില്ല. ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾ ഈ ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ അനുഭവം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ കമ്പനി, ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അവർ നടപ്പാക്കിയ നിയമങ്ങൾ, അവർ നടപ്പാക്കിയ വിദ്യാഭ്യാസം, അവർ കൊണ്ടുവന്ന ട്രെയിന്, അവർ നടപ്പാക്കിയ കമ്പോളങ്ങൾ, അവർ നടപ്പാക്കിയ സാമ്പത്തിക നയങ്ങൾ വിവിധ ജനവിഭാഗങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു എന്ന് നോക്കിയിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന 90% ജനങ്ങളെയും സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷ് നടപ്പാക്കിയ എല്ലാ കാര്യങ്ങളും ഇമാൻസിപ്പേറ്ററി ആയിരുന്നു. ബ്രിട്ടീഷുകാർ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടോ ഇല്ലയോ നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം അവരുടെ ട്രെയിൻ നടപ്പാക്കിയപ്പോഴേ ടിക്കറ്റ് എടുത്താൽ മതി, ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ എന്ന് നോട്ടമില്ല. അവർ കൊണ്ടുവന്ന കമ്പോളത്തിൽ, നേരത്തെയുള്ള കമ്പോളത്തിൽ ഒരു ഈഴവനും പൊലയനും അവൻ്റെ ഉൽപ്പന്നം കൊണ്ട് വിൽക്കാൻ പറ്റില്ല, ദൂരെ കൊണ്ടുവെക്കണം. അപ്പോൾ മാർക്കറ്റ് എന്ന് പറയുന്ന മോഡേൺ ക്യാപിറ്റലിസ്റ്റ് സ്വതന്ത്രമായ മാർക്കറ്റ് ഇവിടെ ഇല്ലായിരുന്നു. ബ്രിട്ടീഷുകാർ മാർക്കറ്റിൽ കൊണ്ടുവന്നപ്പോൾ ഏത് ഇഴവന് ഏത് പൊലയനും അവൻ്റെ വാഴക്കല കമ്പോളത്തിൽ കൊണ്ടുവന്ന് വിലപേശാം. പണ്ടങ്ങനെയല്ല, ഒരു തടി വെച്ചിട്ടുണ്ട്, അവിടെ കൊണ്ടുവച്ചിട്ട് മാറി നിൽക്കണം, അയിത്തപ്പാട് ദൂരെ. എന്നിട്ട് നായരോ മറ്റ് സവർണനോ വന്നിട്ട് അവൻ സ്വയം വില പറയും. ഉൽപാദകന്, ഉൽപ്പന്നത്തിൻ്റെ ഉടമയ്ക്ക് തൻ്റെ ഉൽപ്പന്നത്തിന് വില പേശാൻ അധികാരമുണ്ടായിരുന്നില്ല ബ്രിട്ടീഷുകാർ വരുന്നവർ. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ മോഡേൺ ക്യാപിറ്റലിസ്റ്റ് മാർക്കറ്റ് വന്നു. അപ്പോൾ ഇവിടുത്തെ OBCകളെയും ദളിതരെയും സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷ് ഭരണം ഇമാൻസിപ്പേറ്ററി ആയിരുന്നു, ലിബറേറ്ററി ആയിരുന്നു. ഇതാണ് അംബേദ്കർ പറഞ്ഞത്. അതുകൊണ്ട് ജാതി നിർമ്മാർജ്ജനമാണ് ഇന്ത്യയുടെ ആവശ്യമല്ല ബ്രിട്ടീഷുകാരെ ഓടിക്കുക എന്നുള്ളതല്ല. ഈ കാര്യത്തിൽ ഇന്ത്യയിലെ ഒരുപാട് നമ്മുടെ സിലബസിലൊന്നും പെടാത്ത ഒരുപാട് അവർണ പ്രസ്ഥാനങ്ങളുണ്ട്. ബംഗാളിൽ നാമശൂദ്രർ, ചണ്ടാളർ എന്ന് പറയുന്നവരെ അവർ സ്വയം ഇട്ടപ്പോൾ നാമശൂദ്രർ, അതിൻ്റെ 45 വരെ കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടാകുന്നവരെ ബ്രിട്ടീഷ് നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മുസ്ലിങ്ങളും നാമശൂദ്രരുടെ സംഘടനയും തമ്മിലുള്ള അലയൻസിലായിരുന്നു അവർ ഭരിച്ചുകൊണ്ടിരുന്നത്. തമിഴ്നാട്ടിൽ ആദ്യം SK നായരുടെ മൂവ്മെൻറ്റ്, പിന്നെ പെരിയാറിൻ്റെ മൂവ്മെൻറ്റ്, മഹാരാഷ്ട്രയിൽ പൂലെ, പിന്നെ യുണൈറ്റഡ് പ്രൊവിൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് പഞ്ചാബ്, ഇവിടങ്ങളിലൊക്കെയുള്ള എല്ലാ അധസ്ഥിത പ്രസ്ഥാനങ്ങളും ബ്രിട്ടീഷ് ഭരണത്തെ അനുകൂലിക്കുകയും ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യനെ നിശിതമായി വിമർശിക്കുകയും ചെയ്തു. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുകയാണ്. ഈ ഗാന്ധിയുടെ ഐതിഹാസികമായ പ്രസ്ഥാനമായിട്ട് നാമൊക്കെ പാഠപുസ്തകങ്ങൾ പഠിക്കുന്ന ഉപ്പ് സത്യാഗ്രഹം നടത്തുമ്പോൾ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ അവർണരുടെ പ്രസ്ഥാനങ്ങൾ പ്രമേയം പാസാക്കി. ഞങ്ങൾക്ക് അല്പമെങ്കിലും സ്വാതന്ത്ര്യവും അഭിമാനവും ഡിഗ്നിറ്റിയും തന്ന ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ വേണ്ടി ഗാന്ധി നടത്തുന്ന ഈ സമരാഭാസം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് പ്രമേയങ്ങൾ പാസാക്കിയിട്ട് ഒരു സംഘം ആളുകൾ ദിണ്ടിയിലേക്ക് പോയി ഗാന്ധിയെ നേരിട്ട് കാണാൻ.
മഹാത്മാവെ ഇതൊന്ന് ഈ പരിപാടി ഒന്ന് നിർത്താൻ എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധി അഹിംസാവാദിയെ ഈ മനുഷ്യന് മുമ്പിലിട്ട് സത്യാഗ്രഹികൾ അഹിംസാവാദികൾ ഈ പറയുന്ന ദളിത് പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുകയായിരുന്നു. ഈ മനുഷ്യൻ നോക്കി നിന്നു, ഒരക്ഷരം പറഞ്ഞില്ല ഈ അഹിംസാവാദി, അവരെ അടിക്കരുത്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാരുടെ ഭരണം കൊണ്ട് അൺഇൻറ്റൻഡഡായ ഒരുപാട് കോൺസിക്വൻസ് എന്ന് പറയുന്ന ദളിത് പക്ഷത്തു നിന്ന് അല്ലെങ്കിൽ OBC സ്ത്രീ പക്ഷത്തു നിന്നുണ്ടാവുകയും തലമുറകളായി ബർത്ത് റൈറ്റ് പോലെ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരുപാട് അടിച്ചമർത്താനുള്ള അവകാശം മർദ്ദകർക്ക് നഷ്ടപ്പെടുകയും ചെയ്തതിനെതിരായിട്ടുള്ള ഒരു ആയിരുന്നു നാം പാഠപുസ്തകങ്ങളിൽ, പത്രങ്ങളിൽ, മീഡിയകളിൽ സ്വാതന്ത്ര്യ സമര ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇതിനെ നാം ദേശീയ പ്രസ്ഥാനമെന്നോ സ്വാതന്ത്ര്യ സമരം എന്നോ അസ്വാതന്ത്ര്യ സമരമായിരുന്നു. മഹാഭൂരിപക്ഷത്തിൻ്റെ മുകളിൽ അസ്വാതന്ത്ര്യം അടിമത്തം നടപ്പാക്കാൻ വേണ്ടി നടത്തിയ ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും നടത്തിയ ഒരു അടിമത്ത അസ്വാതന്ത്ര്യ സമരത്തെയാണ് നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നത്. ഇതിനെതിരെയാണ് അംബേദ്കർ ചിന്തിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ഇന്ത്യക്ക് വേണ്ടത് എൻലൈറ്റൻ ഡെസ്പോട്ടിസമാണ്. കാരണം ഇത്രയും ചീഞ്ഞ പാരമ്പര്യമുള്ള ഒരു നാട്ടിൽ ഈ പാർലമെന്ററി ഡെമോക്രസിയിലിടുന്ന അടുത്ത കാലത്തൊന്നും ഒരു മാറ്റവും പറ്റില്ല. ഒരു എൻലൈറ്റൻഡ് പ്രബുദ്ധനായ ഒരു സ്വേച്ഛാധിപത്യത്തിലൂടെ മാത്രമേ ഈ ജാതി വ്യവസ്ഥയൊക്കെ തന്നെ ബലപ്രയോഗത്തിൽ വേണ്ടി ചമർത്താൻ കഴിയുകയുള്ളൂ. കാരണം ഇതിനൊക്കെ ഈ അങ്ങനെ നിയമനിർമ്മാണത്തിലൂടെ സാവധാനമായ ഗ്രാജ്വലായ ഒരു പരിവർത്തനം ഇന്ത്യയിൽ അസാധ്യമാണ്. കാരണം അത്രത്തോളം ഈ ജീർണത ആളുകളുടെ മനസ്സിൽ ഉറച്ചുപോയി. അതുകൊണ്ട് എൻലൈറ്റൻ ഡെസ്പോട്ടിന് മാത്രമേ ഇത് അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന ഇന്ന് നമുക്ക് അശുഭാപ്തി വിശ്വാസവും നമുക്ക് ആർക്കും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമില്ല. അങ്ങനെ ഒരു അശുഭാപ്തി വിശ്വാസത്തോടെയാണ് അംബേദ്കർ മരിച്ചത്. ഒരു കാര്യം കൂടെ പറയാം. 1956 അദ്ദേഹം മരിക്കുന്നതിന് 3 മാസം മുമ്പ് അദ്ദേഹം BBC കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ എപ്പോഴിപ്പോൾ നമുക്ക് കാണാം അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ എനിമി നമ്പർ 1 പലരും പറയുമല്ലോ RSS ആണെന്ന് അദ്ദേഹം പറയും. ഇന്ത്യയിലെ അദ്ദേഹം വാൺ ചെയ്യുകയാണ്. ഇന്ത്യയിലെ അൺടച്ചബിൾസിന്റെ 1-ാം നമ്പർ ശത്രു മിസ്റ്റർ ഗാന്ധിയാണ്. ഈ ഗാന്ധിയും ഗാന്ധിസവും ഉള്ളിടത്തോളം കാലം ഇന്ത്യയിലെ അധസ്ഥിതർ, ഇന്ത്യയിലെ അവർണർ, ഇന്ത്യയിലെ സ്ത്രീകൾ രക്ഷപ്പെടില്ല. അതുകൊണ്ട് ഗാന്ധി സ്മൃതികൾ, ഗാന്ധി പ്രതീകങ്ങൾ, ഗാന്ധി പ്രതിമകൾ നമ്മൾ തകർക്കുക തന്നെ വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തും.